ഓണക്കാലം വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വള്ളംകളി. അതെ, മധ്യകാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വള്ളംകളിയാണ്. ഓണം വള്ളംകളി അല്ലേ? അതിൻ്റെ ഒരു എഫേർട്ട് നമ്മൾ എടുത്തു പറയണം. കാരണം ഒരു വർഷത്തെ വള്ളംകളി കഴിഞ്ഞാൽ പിന്നീട് ആ അടുത്ത വർഷത്തേക്കുള്ള ഓരോ കാത്തിരിപ്പാണല്ലോ. അവരുടെ അധ്വാനം വലുതാണ്. നമുക്കത് കാഴ്ച കാണുമ്പോൾ രസകരമാണ്, ഒക്കെയാണ്. പക്ഷെ അതിലെ തുഴയുന്നവരുടെ ആ ഒരു ആവേശമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അവിടെ നെഹ്റു ട്രോഫി ജലമേളയിൽ നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തി ഓരോ ടീമും ഓളപ്പരപ്പിൽ വിസ്മയം തീർക്കുന്നത് മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അതിനെല്ലാം പുറകിൽ മാസങ്ങൾ നീളുന്ന കഠിന പരിശീലനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ കൂടിയുണ്ട്. ആ വിശേഷങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അതിരാവിലെ തുടങ്ങുന്ന കഠിനമായ പരിശീലനം ചുണ്ടൻ വള്ളങ്ങളുടെ ക്യാമ്പുകളുടെ പ്രത്യേകതയാണത്. ആ ക്യാമ്പിലെ വിശേഷങ്ങളിലേക്ക്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നീളുന്ന പോരാട്ടത്തിൻ്റെ കഥ മാത്രമല്ല, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഠിനമായ തയ്യാറെടുപ്പുകളുടെയും വിധിയെഴുത്തു കൂടിയാണ് ഓരോ ജലോത്സവ കാലവും. അതിരാവിലെ തുടങ്ങുന്ന പരിശീലനം, കൃത്യമായ ഇടവേളകളിലുള്ള പ്രത്യേക ഭക്ഷണം, അച്ചടക്കത്തോടെയുള്ള ഏകോപനം, ഇവയെല്ലാം ഒത്തുചേരുന്നതാണ് ഓരോ തുഴച്ചിൽ ക്യാമ്പുകളും. പരിശീലനം ആരംഭിക്കുന്നത് രാവിലെ 5:30 മണി മുതൽ. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായ ശേഷം ഫിസിക്കൽ ട്രെയിനിങ് 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഓടി എത്തിയ ശേഷം വന്ന് ഗ്രൗണ്ട് ചെയ്ത് ചെറിയ ലൈറ്റ് ഫുഡ് കഴിച്ച ശേഷം വള്ളത്തിൽ കയറി 8 മണി മുതൽ 9 മണി വരെ ട്രാക്കിലാണ് തുഴച്ചിൽ. പരിശീലനം നല്ല രീതിയിൽ നടക്കുന്നു. 20 ദിവസത്തെ ക്യാമ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 13-ാം തീയതി. ഇനി മത്സരമായി എത്താൻ കുറച്ച് ദിവസങ്ങളുള്ളൂ. അതിൻ്റെ തീവ്ര പരിശ്രമത്തിലാണ്. മറ്റെല്ലാം മറന്ന് ഒരു ടീമിൻ്റെ വിജയത്തിനായുള്ള കഠിന പ്രയത്നം, ഒരു ജനതയുടെ ആകെ സ്വപ്നത്തിലേക്കുള്ള ഒരുമിച്ചുള്ള യാത്രയുടെ നാളുകൾ. പല സ്ഥലങ്ങളിൽ നിന്നെത്തി ഒരു ലക്ഷ്യത്തിനായി ഒരുമിച്ച് തുഴയെറിയുന്ന 100ഓളം വരുന്ന പോരാളികൾ. അവിടെ ഒരുമയും ആത്മവിശ്വാസവും മാനസിക കരുത്തും എല്ലാം ഒരേ അളവിൽ സമ്മേളിക്കണം. ഒന്നാം തുഴക്കാരൻ മുതൽ അമരക്കാരൻ വരെ, ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനും, ക്ലബിൻ്റെ നെടുന്തൂണുകളായ ഭാരവാഹികൾ, പരിശീലകർ, പാചകക്കാർ തുടങ്ങി വള്ളം കളിയെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ആകെ കൂട്ടായ പ്രയത്നത്തിൻ്റെ വിയർപ്പിൽ കുതിർന്ന പിന്നാമ്പുറ കാഴ്ചകളാണ് ഓരോ തുഴച്ചിൽ ക്യാമ്പുകളും. ആർ ആദർശനും എസ് അനീഷിനുമൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.